Hello friends, welcome to our YouTube channel. Suburban Life by Malayalis from MH46. ഇന്ന് നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസ് ഡേ ഒരു സൈറ്റ് വിസിറ്റിന് വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് നവിമുംബൈയിലെ ബേലാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. 14-ാം തീയതി രാത്രി ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ്. കാണാൻ കഴിയും. റോഡിൽ നല്ല ട്രാഫിക് ഉണ്ട്. യൂഷ്വലി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15-20 മിനിറ്റ്സ് എടുക്കുന്ന സ്ഥലമാണ്. ബട്ട് ഇന്ന് ട്രാഫിക് ഉള്ള കാരണം ഞങ്ങൾക്ക് ഇവിടെ എത്താൻ ഒത്തിരി സമയമെടുത്തു. ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നവിമുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആസ്ഥാന മന്ദിരം കാണാനായിട്ട് പോവുകയാണ്. ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് അത് അവിടെ നല്ലതായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. സോ ഞങ്ങളിപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ്. അവിടെ ഇപ്പോൾ കാണാൻ കഴിയും. സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. റൈറ്റ് സൈഡ് ചെറുതായിട്ട് ആ ലൈറ്റ്സ്, നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ ലൈറ്റ്സ് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ഈ സ്ഥലത്തിനെ കുറിച്ചും ഇതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും അവിടെ എത്തിയിട്ട് നമുക്ക് പറയാം. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിൻ്റെ കളേഴ്സ് അവിടെ കാണാൻ പറ്റും. നവി മുംബൈയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള റോഡാണ് പാം ബീച്ച് റോഡ്. ഈ പാം ബീച്ച് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആസ്ഥാന മന്ദിരമായ ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബിൽഡിങ്ങിന് അരികിലായി നമുക്കൊരു വലിയൊരു കൊടിമരം കാണാൻ കഴിയും. ഇന്ത്യയിൽ വെച്ച് വൺ ഓഫ് ദ ടോളസ്റ്റ് ആയിട്ടുള്ള ഉയരം കൂടിയ ഒരു ഫ്ലാഗ് പോസ്റ്റാണിത്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ആളുകളൊക്കെ വരുന്നു, ഇവിടെ നിന്ന് സെൽഫീസ് ഒക്കെ എടുക്കുന്ന. സോഷ്യൽ മീഡിയയിൽ ഈ സ്പോട്ട് ഒരു ഭയങ്കര തരംഗമായ ഒരു സ്പോട്ടാണ്. നല്ല തിരക്കുണ്ട്. പ്രൗഢഗംഭീരമായ നമ്മുടെ പതാക ഇവിടെ ഇങ്ങനെ ആകാശത്ത് കാറ്റിൽ പാർത്ത്. ഇനി ബിൽഡിങ്ങിൻ്റെ സൈഡ് മുഴുവൻ ഒരു ഉത്സവപ്പറമ്പ് പോലെയാണ്. ആളുകളിവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഈ മനോഹരമായ ദൃശ്യം ആസ്വദിക്കുന്നു.
നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരമായ ഈ ബിൽഡിംഗ് 2014 പണി കഴിപ്പിച്ചത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെയും ഇന്ത്യൻ രാഷ്ട്രപതി ഭവന്റെയും കൂടെ എലിമെന്റ്സ് എടുത്തിട്ട്, ആ രണ്ട് സ്ട്രക്ചറിന്റെയും എലിമെന്റ്സ് എടുത്തിട്ട് ആ ഒരു സ്റ്റൈലിൽ അതിനെ മിങ്കിൾ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ കാഴ്ചയിൽ നമുക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെയും രാഷ്ട്രപതി ഭവന്റെയും ഒക്കെ ചില ഛായകൾ കാണുന്നുണ്ടാകും. പിന്നെ ഈ കൊടിമരം ഉള്ളതിന്റെ അതിന്റെ ഹൈറ്റ് 225 ഫീറ്റ് ആണ്. 225 മീറ്റർ ഹൈറ്റ് ഉള്ള കൊടിമരമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ കോളനിയാണ്. ഇന്ന് കോളനീൻ്റെ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടക്കും. പിന്നെ ഇവിടെ താമസിക്കുന്ന കോംപ്ലക്സിലെ റെസിഡൻഷ്യൽ ഏരിയയിലെ ആളുകളെല്ലാവരും കൂടി ഒത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ചാനൽ ആൻഡ് സപ്പോർട്ട് us. താങ്ക് യു.